സിഎസ്കെയിലും എബി ഡി വില്ലിയേഴ്സും വിരാട് കോഹ്ലിയും അരങ്ങുവാണിരുന്ന സമയം, RCB ഈസ് ഈക്വൽ ടു എന്റർടൈൻമെന്റ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സമയം, കപ്പല്ല ജനങ്ങളുടെ എന്റർടൈൻമെന്റ് ആണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് RCB ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്ന സമയം, ഇന്ന് കഥ മാറി, കളിക്കാർ മാറി, കാലം മാറി. RCB കപ്പിന് പിന്നാലെ പോയി. പക്ഷേ എന്റർടൈൻമെന്റിന് തെല്ല് കുറവില്ല കേട്ടോ. 18 വർഷങ്ങൾ നീണ്ടു നിന്ന കളിയാക്കലുകൾ, ഈസാല കപ്പ് നംദു എന്നുള്ള അവരുടെ സ്ലോഗൻ അവർക്ക് തന്നെ പണിയായി മാറുന്ന കാഴ്ച. ഓരോ സീസണിലും പുറത്താകുമ്പോൾ പോലും പ്ലെയേഴ്സിനെ ട്രോളിക്കൊണ്ടേയിരുന്നു ഈ സ്ലോഗൻ വെച്ച്. പക്ഷേ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ, വിരാട് കോഹ്ലി എന്ന പ്ലെയറിനെ കുറിച്ചാണ് കേട്ടോ. 18 വർഷങ്ങളായി അയാൾ ഒരേ ഫ്രാഞ്ചൈസിന് വേണ്ടി കളിക്കുന്നു, ഒരേ ടീമിന് വേണ്ടിയാണ് അയാൾ നിലകൊണ്ടിരുന്നത്. കപ്പ് നേടിയെടുത്തേ മതിയാകൂ, കപ്പ് നേടിക്കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ ക്യാപ്റ്റൻസി സ്ഥാനം രാജിവെച്ചുകൊണ്ട് രജത് പത്തീദാറിന് ആ ക്യാപ്റ്റൻസി ബാൻഡ് കൊടുത്ത് ടീമിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്താൻ തുടങ്ങി. ക്യാപ്റ്റനായി വിരാട് കോഹ്ലിക്ക് ആ ട്രോഫിക്ക് മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറിയതിനു ശേഷം പൂർണ്ണമായി ഒരു പ്ലെയറായി നിൽക്കവേ കഴിഞ്ഞ 2 സീസണിലും അയാൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഈ സീസണിൽ പ്രത്യേകിച്ചും എടുത്തു പറയണം. ഓറഞ്ച് ക്യാപ്പിൽ ടോപ്പ് 5 നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ വിരാട് കോഹ്ലി എത്തി നിൽക്കുമ്പോഴും കഴിഞ്ഞ സീസണിലും അയാൾ അതുപോലൊരു മാജിക്ക് RCBക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുമുണ്ട്. ക്യാപ്റ്റൻ അല്ലെന്നേ ഉള്ളൂ, ഓൺ ഫീൽഡിൽ ക്യാപ്റ്റൻസിയുടെ വീര്യം തെല്ലും ചോർന്നിട്ടുമില്ല, അതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ അയാൾക്ക് വേണ്ടി RCB കപ്പ് ജയിക്കണമെന്നതായിരുന്നു കഴിഞ്ഞ സീസണിൽ RCB മാനേജ്മെന്റിനും ടീം അംഗങ്ങൾക്കും ഉണ്ടായിരുന്നൊരു വാശി. അങ്ങനെ ആ വാശിപ്പുറത്ത് അവർ ആ കപ്പ് നേടി. ആദ്യമായി RCB IPL ട്രോഫിയിൽ മുത്തമിട്ടു. പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ല. 18 വർഷമായി ഒരു കപ്പ് നേടിയിട്ട് അടിക്കണമെങ്കിൽ ബാക്ക് ടു ബാക്ക് അടിക്കണം എന്ന് തന്നെയായിരുന്നു RCBയുടെ ഈ സീസണിൽ തുടങ്ങുമ്പോഴുമുള്ള ലക്ഷ്യം. അതായത് 2025 IPL എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് 2026 IPL RCB തുടങ്ങുകയായിരുന്നു. ഈ സീസണിൽ ഈ ടൂർണമെന്റിൽ RCB ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോയത്. അത്രമാത്രം സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ടീമാണ്. അവരെല്ലാവരും ഗംഭീരമായി കളിക്കുകയും ചെയ്തു എന്ന് വേണം തന്നെ പറയാൻ. വെങ്കടേഷ് അയ്യറിന് 23.25 കോടി രൂപയ്ക്ക് വാങ്ങിച്ചതും ഒരു പ്രധാനപ്പെട്ട ട്രംപായിരുന്നു. വെങ്കടേഷ് അയ്യറിനെ തുടക്കത്തിൽ ഒന്നും ഉപയോഗിച്ചില്ല, പക്ഷെ ഉപയോഗിക്കേണ്ട സമയത്ത് അവർ ഉപയോഗിച്ചു. വെങ്കടേഷ് അയ്യർ, വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, രജത് പത്തീദാർ അടങ്ങുന്ന ടോപ്പ് ഓർഡർ നിര, അതിന് പിന്നാലെ വരുന്ന ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ് എന്ന് പറയുന്ന മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയേഴ്സ്, കൂടെ കൃണാൽ പാണ്ഡ്യയും കൂടെ വന്നപ്പോഴേക്കും കളറാകെ മാറി. ഭുവനേശ്വർ കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇപ്പോഴും തിരിക്കും പന്ത്. ജോഷ് ഹേസൽവുഡ് എന്ന് കേട്ടാൽ വിറയ്ക്കും ഓപ്പോസിറ്റ് ബാറ്റർമാർ. അവിടെ നിന്നുകൊണ്ടാണ് RCB ഒരു ടീമായി മാറിയത്, ഒരു ലെജൻഡറി ടീമായിട്ട് ഈ സീസണിലും വന്നുപെട്ടത്. അങ്ങനെ എല്ലാവരും തിളങ്ങി, ഓൾ ഗൺസ് ബ്ലേസിംഗ്. അത് തുടക്കം തൊട്ട് തന്നെ RCBയുടെ ഇൻറ്റൻറ്റും അത് തന്നെയായിരുന്നു. അങ്ങനെ ടേബിളിൻ്റെ മുകളിലെത്തി ക്വാളിഫയർ 1 കളിച്ച് ഡയറക്റ്റ് ഫൈനലിലും വന്നു. ക്വാളിഫയർ 1 92 റൺസിന് ഫൈനൽ കളിച്ച അതേ ടീമിനെതിരെ, ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി വീണ്ടും ഫൈനലിലേക്ക് വന്നു. ഫൈനലിൽ എതിരാളിക്ക് വേണ്ടിയിട്ട് RCB കാത്തിരുന്നു. ഇതാടാ വരുന്നു അതേ എതിരാളി, ക്വാളിഫയർ 1 കളിച്ച അതേ എതിരാളി വീണ്ടും വരുന്നു. എന്നാൽ പിന്നെ 92 റൺസിന് പരാജയപ്പെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 1 സൈഡ് ഗെയിമായിട്ട് ഫൈനൽ മാറ്റുമെന്ന് RCB വീണ്ടും തെളിയിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വിരാട് കോഹ്ലി ഫൈനൽ വന്ന് കാണിച്ചു കൂട്ടിയ മാജിക്ക്, കാണിച്ചു കൂട്ടിയ പവർ, ഒരറ്റത്തു നിന്ന് വിക്കറ്റുകൾ പൊക്കോണ്ടിരുന്ന സമയത്ത് തൻ്റെ ഉള്ളിലുള്ള കൃത്യമായ ഗെയിം പ്ലാൻ, താൻ എത്ര വർഷമായിട്ട് ഇതുപോലെ ബാറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണല്ലോ ലോകം അയാളെ ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അയാളുടെ IPL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഹാഫ് സെഞ്ചുറി അയാൾ അവിടെ വെച്ച് തീർത്തു. അതിനിടയിൽ ഒരു ട്വിസ്റ്റും സംഭവിച്ചു, ഒരു ലൈഫും കിട്ടി. പക്ഷേ RCB ജേതാക്കളാകുന്നു. 2026 IPL ചാമ്പ്യന്മാരാകുന്നു. UEFA ചാമ്പ്യൻസ് ലീഗിൽ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ദിവസത്തിൽ PSG ആ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുകയാണ് ചെയ്തത്. ഏകദേശം 55 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് PSG 2025 UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ജേതാക്കളാകുന്നത്. അതും ആദ്യമായിട്ടാട്ടോ. അത് കഴിഞ്ഞ് ആ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് 2026 UEFA ചാമ്പ്യൻസ് ലീഗും കിരീടം നേടിയെടുക്കുകയാണ് ചെയ്തത്. IPLലേക്ക് വരുമ്പോൾ PSG നേടി, ഇനി RCB നേടുമോ എന്ന ചോദ്യത്തിന് RCB മറുപടി പറഞ്ഞു. PSG നേടിയിട്ടുണ്ടെങ്കിൽ RCBയും നേടിയിരിക്കും എന്നതായിരുന്നു ആ മറുപടി. മത്സരത്തിന് ശേഷം കപ്പ് എടുക്കുന്നതിന് മുമ്പ് ക്യാപ്റ്റനായ രജത് പത്തീദാർ പറഞ്ഞൊരു വാചകമുണ്ട്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ചുറ്റും കൂടിയിരുന്ന ബാംഗ്ലൂർ ആരാധകരുടെ മുന്നിലേക്ക് രജത് പത്തീദാർ പറഞ്ഞത് ഈ കപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്.
18 വർഷങ്ങൾ നീണ്ട കളിയാക്കലുകളുണ്ട് കേട്ടോ. സാധാരണയായി കൂട്ടുകാരോടൊപ്പം നിന്ന് ചെലവഴിക്കുമ്പോൾ പോലും IPL ടോപ്പിക് വരുമ്പോഴേക്കും RCB ആരാധകരാണെങ്കിൽ മുങ്ങില്ല. അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ സ്ക്വാഡിനെ കുറിച്ച്, അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ ടീമിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച്. പക്ഷേ കപ്പ് എവിടെ എന്ന ചോദ്യം വരുമ്പോൾ മൗനമായിരുന്നു അവരുടെ ഉള്ളിൽ. ഇപ്പോഴിതാ 2 സീസണുകൾ കഴിയുമ്പോഴേക്കും ആരാടാ ഞങ്ങളോട് ഡിബേറ്റ് ചെയ്യാനെന്ന് RCB ആരാധകർ അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്തായാലും RCBയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ടൂർണമെൻറ്റ് തന്നെയായിരുന്നു ഇത്. ആ മൊമെൻറ്റം ഒട്ടും ചോർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് RCB മാറുകയും ചെയ്യും. വിരാട് കോഹ്ലി ഇനി എത്ര കൊല്ലമാണ് IPL കളിക്കുക എന്നതിനെ പറ്റി ധാരണയില്ല. ഒരു ഒറ്റത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് മഹേന്ദ്ര സിംഗ് ധോണിയെ ഒറ്റ മത്സരത്തിൽ പോലും ഇറക്കാതെ, എന്നാൽ ധോണി ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്നൊരു പ്രതീതി CSKക്ക് ഭംഗിയായി നിറവേറ്റാൻ ഈ സീസണിൽ കഴിഞ്ഞു. ആരാധകരുടെ കണ്ണിൽ പൊടിയിട്ടു എന്ന് വേണം തന്നെ പറയാം. പക്ഷേ വിരാട് കോഹ്ലി എങ്ങനെയായിരിക്കും, RCBയിൽ എത്ര നാളുണ്ടാകും എന്നുള്ള ചോദ്യം, ഒരു വേദനാജനകമായ ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് RCB ആരാധകർക്ക് സന്തോഷിക്കാനുള്ള എല്ലാ വകയും ഒരുക്കിക്കൊണ്ടാണ് 2026 അഡിയോസ് പറഞ്ഞ് RCB മടങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.